ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 29 ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യമുണ്ട്. അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതുവരെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകളും പരിഹാരവും ഭക്തിയും ഇതൊക്കെ ആണല്ലോ കേട്ടുകൊണ്ടിരുന്നത്. ഇനി ഇപ്പോൾ പറയുന്നത് നമുക്ക് അവരോട് ഭക്തിയുണ്ട്, സ്നേഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ പരത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ശുദ്ധീകരാത്മാക്കളെക്കുറിച്ച് പറയുകയും അവർ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സൽകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ അതിൽ നമ്മളും ഓഹരിക്കാരാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരാത്മാക്കളോടുള്ള ഈ ഭക്തി, അതിൻ്റെ അടയാളമായിട്ട് അവരെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റുള്ളവരെയും കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കണം. അവരോടുള്ള ഭക്തി വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഭക്തി അഗ്നിക്ക് തുല്യമെന്നാണ് വേദപാരംഗതന്മാർ ഘോഷിക്കുന്നത്. അതുപോലെ ചൂട് കൂടുന്തോറും തീയ് സമീപത്തുള്ള എല്ലാ വസ്തുക്കളെയും അഗ്നിക്കിരയാക്കുന്നത് പോലെ യഥാർത്ഥ ഭക്തിയുള്ളവർ അത് അന്യന്മാരിലും പ്രചരിപ്പിക്കുന്നതിന് ഉത്സാഹിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരോടുള്ള ഭക്തി വിശ്വാസികളുടെ ഇടയിൽ പ്രചരിക്കുന്നതിനായിട്ട് ഹൃദയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കുക, അന്യരോട് ഇതിനെക്കുറിച്ച് ഉപദേശിക്കുക. അതുപോലെ ഇവരെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, വചനങ്ങൾ എല്ലാം വായിക്കാനും പഠിപ്പിക്കാനും നമ്മൾ ഉത്സുകരായിരിക്കണം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ യഥാർത്ഥ ഭക്തൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. വിശുദ്ധ അഗസ്റ്റിനോസ്, വിശുദ്ധ ക്രിസോസ്തോംസ്, വിശുദ്ധ അംബ്രോസിസ്, വിശുദ്ധ ഗ്രിഗോറിയോസ് ഇവരെല്ലാവരും ഈ ഭക്തിയുടെ പ്രചാരത്തിനായിട്ട് കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ത്രേസ്യ, വിശുദ്ധ പാസി മറിയം, വിശുദ്ധ ജനീവ കത്രീന, വിശുദ്ധ മാർഗരിറ്റ മറിയം ഇങ്ങനെയുള്ള പുണ്യവതികളും ഇതിനു വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ രചിച്ചു വച്ചിട്ടുണ്ട്. അതുപോലെ തിരുസഭയുടെ തലവന്മാരായ മാർപ്പാപ്പന്മാർ ഈ ഭക്തിക്ക് പ്രചാരം സിദ്ധിക്കുന്നതിന് വേണ്ടി ദണ്ഡവിമോചനങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ കാര്യം മറ്റുള്ളവരെ അറിയിക്കണം. എന്തിനാണെന്നോ, അങ്ങനെ അറിയിക്കുമ്പോൾ പലരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുറേ ആത്മാക്കൾ രക്ഷപ്പെട്ടു പോകും. കോടാനുകോടി ആത്മാക്കളല്ലേ ശുദ്ധീകരണ സ്ഥലത്ത് ഉള്ളത്. അപ്പോൾ ഈ ആത്മാക്കളെയൊക്കെ സഹനം കൊടുത്തും ദാനധർമ്മം ചെയ്തും പല വഴിക്കും നമ്മൾ സഹായിക്കണം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോടുള്ള ഭക്തി പരത്തുവാനായിട്ട് 1-2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അതായത്, ഒന്നാമത്തെ കാര്യം, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ തിരുനാളിലും മറ്റു ദിവസങ്ങളിലൊക്കെ പള്ളികളിൽ നടത്തപ്പെടുന്ന ദിവ്യകർമ്മങ്ങളിൽ പങ്കുകൊള്ളുക. അങ്ങനെ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ മറ്റുള്ളവരും ഇതിലേക്ക് ആകർഷിക്കപ്പെടും. രണ്ടാമത്തെ കാര്യം, തിങ്കളാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ദിവ്യപൂജ കാണുന്നതിനും കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും മറ്റുള്ളവരോട് ഉപദേശിക്കുക. ഈ തിങ്കളാഴ്ച ദിവസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നീക്കി വയ്ക്കാനായിട്ട് എലിസബത്ത് സാൻഡയോട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശോ ഈ എലിസബത്ത് സാൻഡയോട്, 6 കുട്ടികളുടെ അമ്മയായിട്ടുള്ള എലിസബത്ത് സാൻഡയോട് ദിവസങ്ങൾ ക്രമീകരിച്ചപ്പോൾ തിങ്കളാഴ്ച ശുദ്ധീകരാത്മാക്കളുടെ ദിവസമായിട്ടാണ് അമ്മ പറഞ്ഞത്, അമ്മയും ഈശോയും. അങ്ങനെ തിങ്കളാഴ്ച തോറും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നീക്കി വെച്ച് കുർബാന ചെല്ലണം, കുർബാന അർപ്പിക്കണം. അതിന് മറ്റുള്ളവരെ നമ്മൾ
ഉപദേശിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സംബന്ധികൾ, സ്നേഹിതർ, പരിചിതർ മുതലായവർ നമ്മുടെ ഈ ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നമ്മൾ ചകഞ്ഞ് പരിശോധിക്കണം. ചിലപ്പോഴൊക്കെ ആളുകൾ വരുമ്പോൾ അവരുടെ ആത്മാക്കളുടെ പേര് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, കുർബാന കൊടുക്കാറുണ്ടോ എന്ന്. അപ്പോൾ അവർ പറയും, ആ കുർബാനയൊക്കെ അർപ്പിക്കാറുണ്ട് ചേച്ചി. ഉടനടി ഈശോ ചോദിക്കാൻ പറയും, എത്ര നാളായി കുർബാന അർപ്പിച്ചിട്ട്, എങ്ങനെയാണ് കുർബാന അർപ്പിക്കുന്നത്? അപ്പോൾ അവർ പറയും, അത് ആണ്ടിന് കുർബാന അർപ്പിക്കുന്നുണ്ട്, ഓരോ ആണ്ടിനും കുർബാന ചെല്ലിക്കുന്നുണ്ട്. വർഷത്തിൽ ഒരു ദിവസം മാത്രം നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഓർക്കുക, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് ഭൂമിയിൽ ഭക്ഷണം കഴിച്ചാൽ മതിയോ? ഇതോർത്തിട്ട് അവർക്ക് വേണ്ടി എന്നും കുർബാനയിൽ കാഴ്ചവെച്ച് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ജപം. ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദമായിരിക്കുന്ന ഈശോ തമ്പുരാനെ, മോക്ഷവാസികളുടെ സന്തോഷകാരണമായിരിക്കുന്ന അങ്ങേ തിരുമുഖം നീചന്മാരായ പാപികൾ മൂടി മറയ്ക്കുന്നതിനും ഉമിനീരാൽ അശുദ്ധമാക്കുന്നതിനും അങ്ങ് തിരുമനസ്സായല്ലോ. ഇപ്രകാരം അവർണ്ണനീയമായ വേദനകൾ അനുഭവിച്ച അങ്ങേ തിരുമുഖത്തെക്കുറിച്ച് മരിച്ച ക്രിസ്ത്യാനികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്തരളണമേ. ആമേൻ. മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥനയും അഞ്ചു സ്വർഗസ്ഥനായ പിതാവും. ഇന്നത്തെ സുഹൃത് ജപം. മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേ, എൻ്റെ രക്ഷയായിരിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ഇന്ന് അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച നല്ല കുമ്പസാരം കഴിക്കണം. നല്ല കുമ്പസാരം കഴിക്കുക എന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ പാപക്കറകളും കഴുകിക്കളയുവാനും പിന്നീട് അതിനനുസരിച്ചുള്ള പ്രായശ്ചിത്തം ചെയ്യുവാനും ആഴത്തിലുള്ള അനുതാപമുണ്ടാകണം. അതിന് നമ്മൾ നല്ല കുമ്പസാരത്തിലേക്ക് വരണം. നമ്മൾ പാപികളാണ് എന്ന് തിരിച്ചറിഞ്ഞാലേ, എന്ന് നമ്മൾ സമ്മതിച്ചാലേ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ കയറുള്ളൂ. നമ്മളിൽ പാപമില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും കുമ്പസാരക്കൂട്ടിൽ കയറില്ല. കാരണം എൻ്റെ ഭാഗത്ത് പാപമില്ലല്ലോ. കുമ്പസാരക്കൂട്ടിൽ പറയേണ്ടത് പാപമല്ലേ? എനിക്ക് പാപമില്ല, പിന്നെ എന്തിനാ കുമ്പസാരക്കൂട്ടിൽ കയറണേ? പ്രിയ സഹോദരങ്ങളെ, എളിമയുടെ ആദ്യപടിയാണ് കേട്ടോ കുമ്പസാരക്കൂട്ടിൽ കയറി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക എന്നത്. അതുകൊണ്ട് നല്ല കുമ്പസാരം കഴിക്കാൻ നമുക്ക് ശ്രമിക്കാം. മരിയ സിമ്മയുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ശുദ്ധീകരണ അനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാലാഖമാർ നമ്മെ രക്ഷിക്കും. സാത്താൻ നമ്മുടെ മേൽ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നമ്മളെ സഹായിക്കാനെത്തും. നമ്മുടെ നല്ല ജീവിതം കൊണ്ട്, നമ്മൾ നല്ല ജീവിതം നയിച്ചാൽ മാലാഖമാർ വന്ന് നമ്മെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ നൽകുന്ന സംരക്ഷണം വളരെ വലുതാണ് എന്ന് മരിയ സിമ്മ പറയുകയാണ്. മരിയ സിമ്മ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഇങ്ങനെ മാലാഖമാരുടെ സംരക്ഷണം കിട്ടിയ ഒരു അനുഭവമാണ്. മാലാഖമാർ നമ്മളെ സംരക്ഷിച്ചില്ലെങ്കിൽ സാത്താൻ നമ്മളെ മരണത്തിന് ഇരയാക്കും. അവിടെ അടുത്ത് ഒരു ആശ്രമത്തിൽ ഒരു പുണ്യപ്പെട്ടൊരു പുരോഹിതന് സംഭവിച്ച കാര്യമാണ് പറയുന്നത്. ഒരു കുറ്റകൃത്യം പരിഹരിക്കാൻ ആത്മാക്കൾ സഹായിച്ചത്, മാലാഖമാർ സഹായിച്ചതാണ് പറയുന്നത്. ഒരു കുറ്റകൃത്യം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരം ചെയ്യണമെന്നാണല്ലോ ഈശോ നമ്മളെ പഠിപ്പിച്ചതും ഈശോ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും. ഈ ഒരു പുരോഹിതൻ വളരെ പുണ്യപ്പെട്ടൊരു പുരോഹിതനായിരുന്നു. അപ്പം ഇദ്ദേഹം ഈ ആശ്രമത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആളുമാണ്, ആശ്രമത്തിലെ അധിപനുമാണ്. ആശ്രമ അധിപൻ നന്നായി പ്രാർത്ഥിക്കും, നല്ല കാര്യങ്ങൾ ചെയ്യും. പ്രാർത്ഥന കുറവുള്ള ചെറുപ്പക്കാർ
ചെറുപ്പക്കാരായ വൈദികർ ഇദ്ദേഹത്തെ നോക്കി അസൂയപ്പെടും. കാരണം എന്താണെന്നറിയോ? നന്നായി പ്രാർത്ഥിക്കും ഈ വയസ്സായ പുരോഹിതൻ. അങ്ങനെ ഒരു സന്ധ്യാസമയത്ത് ചെറുപ്പക്കാരായ 2 പുരോഹിതർ അവരുടെ മുറിയിലേക്ക് പോകുകയാണ്. ആ പോകണ വഴി മെയിൻ കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ഒരു സ്ഥലത്ത് ഒരു വെളിച്ചം കണ്ടു. നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ വെളിച്ചം എവിടെ നിന്നാണ് വന്നത്? അവിടെ ആരാ വന്ന് നിൽക്കണത് എന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഇവർ 2 പേരും കൂടി നിലവറയിൽ ആ മുറിയിലേക്ക് ചെന്നു. നോക്കുമ്പോൾ അവിടെ ഈ നല്ല പുരോഹിതൻ മരിച്ചു കിടക്കുകയാണ്. അത് കണ്ട് ഇവർ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോയി. വാതിലിൻ്റെ കൊളുത്തിൽ തൂങ്ങി നിൽക്കുന്ന സ്ഥിതിയിലാണ് അവർ അദ്ദേഹത്തെ കണ്ടത്. ശരീരം തൂങ്ങി ഇരിക്കുന്ന നിലയിൽ, തറയിൽ നിന്നും ഏതാനും ഇഞ്ച് ഉയരത്തിൽ അങ്ങനെയാണ് തൂങ്ങി നിൽക്കുന്നത്. പോലീസ് വന്നു ആശ്രമം ആകെ ഇളക്കി മറിച്ചു. ഈ വിശുദ്ധനായ ഈ പുരോഹിതൻ ആത്മഹത്യ ചെയ്യുമെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും പ്രാർത്ഥനാ ജീവിതവും സൽപ്രവൃത്തികളും ഒക്കെയാണ്. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പരിഹസിച്ചിരുന്ന അന്തേവാസികളെയൊക്കെ പോലീസ് ചോദ്യം ചെയ്തു. എല്ലാ പരിശ്രമങ്ങളും വിഫലമായി. ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം ഈ കാര്യം മരിയസിമ്മയുടെ അടുത്ത് എത്തി. മരിയസിമ്മ ശുദ്ധീകരണാത്മാക്കളോട് ചോദിക്കാം എന്ന് സമ്മതിച്ചു. വളരെ വേഗം ഉത്തരം ലഭിച്ചു എന്നാണ് പറയുന്നത്. കാരണം വളരെ പേര് ഈ പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു ആത്മഹത്യ നടന്നപ്പോൾ ആകെ വിഷമമായി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊന്ന് തിരിച്ചറിവ് കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ശുദ്ധീകരാത്മാക്കൾ, അതായത് മാലാഖമാരുടെ സ്ഥാനത്തെത്തുന്ന ശുദ്ധീകരാത്മാക്കൾ മരിയസമ്മയ്ക്ക് കൊടുത്ത ഉത്തരം ഇതായിരുന്നു. പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് കാണപ്പെട്ടു അത്രേ. പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് കാണപ്പെടുകയും കൊന്നുകളയാനുള്ള സാത്താൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ മേൽ പ്രയോഗിക്കാൻ അനുവദിക്കാൻ തയ്യാറാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അതായത് സാത്താൻ ഒരാളെ കൊന്നുകളയാനുള്ള കഴിവുണ്ട്. ആ കഴിവ് പ്രകടിപ്പിക്കണമെങ്കിൽ, ഫലപ്പെടണമെങ്കിൽ ദൈവം അനുവദിക്കണം. ദൈവം അനുവദിച്ചാലേ സാത്താന് നമ്മുടെ മേൽ അധികാരം ഉണ്ടാവുള്ളൂ. അതൊരു പരീക്ഷണത്തിനാണ് ജോബിനെ പരീക്ഷിച്ചതുപോലെ ദൈവം വിട്ടുകൊടുക്കുന്നത്. ആ അവസ്ഥയിലും എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നെ വിശ്വസിച്ച് ഇതിന് സമ്മതിക്കുമോ? അപ്പോൾ സാത്താൻ പറഞ്ഞിട്ടുണ്ടാകും, വലിയ പ്രാർത്ഥനക്കാരനല്ലേ, അങ്ങനെ മരിക്കാനൊന്നും അവൻ കൂട്ടാക്കില്ല, അവൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ എന്നൊക്കെ വീമ്പിളക്കുമ്പോൾ സാത്താനെ ദൈവം അനുവദിക്കും. കാരണം ആ ഒരു എളിമപ്പെടലിലൂടെ അനേക ആത്മാക്കളെ ഈശോയ്ക്ക് രക്ഷിക്കാനുണ്ടാകും. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈ വൃദ്ധനായ പുരോഹിതനോട് ഇങ്ങനെ പറഞ്ഞു അത്രേ, സാത്താൻ്റെ ആ കഴിവ് നിൻ്റെ മേൽ പ്രയോഗിക്കാൻ ദൈവം അനുവദിക്കാൻ നീ തയ്യാറാണോ എന്ന്. എന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ തയ്യാറായാൽ സാത്താന് വിൽക്കപ്പെട്ട അനേകം ആത്മാക്കളുടെ പാപപരിഹാരം നടക്കും. അങ്ങനെ അനേക ആത്മാക്കൾ നീ വഴി രക്ഷപ്പെടും. അപ്പോൾ അതിന് നീ തയ്യാറാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറാണ് എന്ന്. ഇങ്ങനെ ഒരു ഉത്തരം മരിയസിമ്മയ്ക്ക് കിട്ടി. ആ ഉത്തരവുമായിട്ട് മരിയസിമ്മ പോലീസുകാരൊക്കെ താമസിക്കുന്ന ആ ആശ്രമത്തിലേക്ക് പോയി. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഈ ഉത്തരം ഉറക്കെ വായിച്ചു. എല്ലാവരും നിശബ്ദരായി നിന്നു ഈ ഉത്തരം കേട്ടപ്പോൾ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും പുറകിൽ നിന്ന ഒരു വൈദികൻ നെടുവീർപ്പിട്ട് കരച്ചിലിൻ്റെ പക്കത്തെത്തി നിൽക്കുകയാണ്. മരിയ ചോദിച്ചു, എന്താണ് പറ്റിയത് എന്ന്. ആ വൈദികൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്നൊരു കടലാസ് പുറത്തെടുത്തു. അന്ന്
അവർ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ പോക്കറ്റിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് വിശദീകരിച്ചു. അവർ രണ്ടുപേരും കൂടി മരണസമയത്ത് അദ്ദേഹത്തെ കണ്ടല്ലോ, അപ്പോൾ പോക്കറ്റിലിരുന്നതാണിതെന്ന്. അങ്ങനെ അത് തുറന്ന് അവിടെ കൂടിയവരെല്ലാം അത് കാണിച്ചു കൊടുത്തു. അത് ആ പുരോഹിതൻ്റെ കൈപ്പട തന്നെയാണ്. അതിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, പരിശുദ്ധ അമ്മ എനിക്ക് പ്രത്യക്ഷയായി എന്നോട് ചോദിച്ചു, എന്നെ കൊല്ലാനുള്ള സാത്താൻ്റെ കഴിവിനെ അംഗീകരിക്കാമോ? അങ്ങനെ ചെയ്താൽ സാത്താൻ അടിമകളായി സ്വയം വിൽക്കപ്പെട്ട അനേക ആത്മാക്കളുടെ പാപപരിഹാരം നടക്കും എന്ന് പറഞ്ഞു. ഞാനത് സ്വീകരിച്ചു. അവിടെ നിൽക്കുന്നവരെല്ലാം, പോലീസടക്കം, ആകെ അതിശയിച്ചു പോയി. കാരണം സാത്താനാരാധന നടത്തി സാത്താനെ അംഗീകരിച്ച് ദൈവത്തെ നിഷേധിച്ച് മരിച്ച അനേക ആത്മാക്കളുടെ പാപപരിഹാരമായി ഇദ്ദേഹം ദൈവത്തിൻ്റെ ആ ഒരു കഴിവിനെ അംഗീകരിച്ച് ഈ സാത്താന് നിന്നു കൊടുക്കുകയാണ്. അത്രയ്ക്കും എളിമ കാണിക്കാൻ തയ്യാറായപ്പോൾ ദൈവം ഈ സാത്താൻ ബന്ധിച്ചിട്ട് ആത്മാക്കളെയൊക്കെ മോചിപ്പിച്ചു. ഓർക്കണേ, തനിക്കറിയാൻ പാടില്ലാത്ത ഈ മന്ത്രവാദം ചെയ്ത് മരിച്ചവരുടെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ ഒരു വന്യ പുരോഹിതൻ ഇത്ര വലിയ ത്യാഗം ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ദൈവം ചിലരെ ഉപയോഗിക്കുക. അപ്പോൾ ഇവർ ചോദിച്ചു, ഈ പുരോഹിതൻ, ഈ അസാധാരണ വ്യക്തിയുടെ പേര് താങ്കൾ പറയുമോ എന്ന്. 80കളുടെ അവസാനത്തിലാണ് ഇത് സംഭവിച്ചത്. ഫാദർ ജോസഫ് കലോസാൻസ് എന്നായിരുന്നു പേര്. നല്ലവനും ധീരനുമായിരുന്ന അദ്ദേഹം നല്ല ഒരു മധ്യസ്ഥനായി മാറുമെന്നാണ് മരിയ പറഞ്ഞത്. മരിയ ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യക്ഷത്തിൽ വളരെ നിഷ്കളങ്കവും ആകർഷകവുമായ ഒരു സംഗതി വഴിയായിരിക്കും ഈ മന്ത്രവാദത്തിലേക്കും ഗൂഢവിദ്യകളിലേക്കും മനുഷ്യരെ നയിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലുള്ള ടെലിവിഷനായിരുന്നു പണ്ടത്തെ വലിയ ഒരു മാർഗം. എന്നാൽ ഇന്ന് കൈകളിലുള്ള മൊബൈലുകൾ വഴി എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളും നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിലൂടെ ഭൗതികവാദം, പണം, ലൈംഗികത, അക്രമം, അധികാരം ഇവയെക്കുറിച്ചുള്ള പ്രലോഭനങ്ങളുമായിട്ട് കുട്ടികളുടെ മനസ്സിനെ നിരന്തരമായി ഉഗ്രൻ കോലാഹലത്തോടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാത്താൻ. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ ഇടയിൽ ഗൂഢവിദ്യകൾ, കളികളും വിനോദങ്ങളുമായിട്ട് വളരെ നിഷ്കളങ്കമായ വിധത്തിൽ അവരെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ ആകർഷിക്കും. അങ്ങനെ ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ ഈ സാത്താൻ്റെ കളികളിലേക്ക് ചെന്നുപെടുകയാണ്. പിന്നീട് ഉണ്ടാകുന്നത് ഇതുപോലെ ആത്മഹത്യകളുടെ ഒരു പരമ്പരയാണ് ഉണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഇന്ന് നടക്കുന്ന പല ആത്മഹത്യകളും, പ്രത്യേകിച്ച് കെട്ടിത്തൂങ്ങിയുള്ള മരണങ്ങൾ എല്ലാം വളരെയധികം നമ്മൾ ഭയപ്പെടേണ്ടതാണ്. പക്ഷെ ആരും ഇതിന് ഒന്നും പറയുന്നില്ല. ഒരു സാധാരണ പോലെയായിട്ട് എല്ലാവരും തള്ളിക്കളയുകയാണ്. ഈ കെട്ടിത്തൂങ്ങി മരണങ്ങളുടെ പിന്നിലൊക്കെ കുറേയേറെ മരണങ്ങൾ നടന്നിരിക്കുന്നത് മൊബൈലിലൂടെ സാത്താൻ്റേതായ ഏതോ കളികളിലേർപ്പെട്ടിട്ടാണ്. സാത്താൻ അവരെ നയിക്കുന്നത് അങ്ങനെയാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മളിതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കണം. പക്ഷേ ആരും അത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നത് എൻ്റെ ഒരു വലിയ വേദനയാണ്. കാരണം എൻ്റെ അടുത്ത് വരുന്ന ഓരോ മരണങ്ങളും, കുടുംബക്കാരും വന്ന് പറയുന്ന ഓരോ കെട്ടിത്തൂങ്ങിയ മരണങ്ങളും, ഒട്ടുമിക്കവാറും കെട്ടിത്തൂങ്ങിയിട്ടുള്ള മരണമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്.
അവർക്ക് പോലും അറിയില്ല, കാരണം എന്താണെന്ന് അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞു വരുമ്പോൾ ഈശോ വെളിപ്പെടുത്തി തന്ന ഒരു 90% മരണങ്ങളുടെയും പിന്നിൽ കുട്ടികൾ മൊബൈലിലുള്ളൊരു കളി കളിച്ചു എന്നാണ് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കെട്ടിത്തൂങ്ങിയത് അവർക്കറിയില്ല. ഞാൻ അന്ന് പറഞ്ഞു, മൊബൈലൊന്ന് തപ്പി നോക്ക്. മൊബൈലെടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ഒരു വല്ലാത്തൊരു കളിയിൽ ഈ പെൺകുട്ടി ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവർ കെട്ടിത്തൂങ്ങുന്നത് എന്ന് നമുക്കറിയില്ല. എന്തിനാണ് ഇങ്ങനെ കെട്ടിത്തൂങ്ങുന്നതെന്ന്, ആ കളിയിൽ എന്താണ് നടക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ പല ആത്മാക്കളും മരിച്ചു കഴിഞ്ഞവർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അമ്മമാരും അപ്പന്മാരും വന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, ഞങ്ങൾക്കറിയില്ല ചേച്ചി, എന്തൊരു നല്ല മോനായിരുന്നു, അവൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു, ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ കിട്ടുന്നത് ഇതാണ്, കാണിച്ചു തരുന്നത് ദൈവം ഇതാണ്. എന്താണ് ഈ കളിയെന്ന് എനിക്കറിയില്ല. ഞാനതിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഈ കളി നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലായ്മ ചെയ്യുവാൻ എന്താണൊരു മാർഗം. ഞങ്ങളുടെ അടുത്ത് തന്നെ 2-3 കെട്ടിത്തൂങ്ങി മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ മരണങ്ങളൊക്കെ വളരെ വൈകൃതമായ രീതിയിലാണ് തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ മരിക്കേണ്ടവർക്ക് മരിച്ചാൽ പോരെ, ഇങ്ങനെ വികൃതമാക്കി ശരീരത്തെ കെട്ടിത്തൂക്കണോ? അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു സാത്താൻ്റെ പ്രവർത്തനമുണ്ട് എന്ന് ഇന്ന് ലോകം തിരിച്ചറിയണം. അടിക്കടി കെട്ടിത്തൂങ്ങി മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാത്താനല്ലാതെ അവരാരാണ് ഇങ്ങനെയുള്ള മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്? നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ മരണങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്താൻ എന്താണ് ചെയ്യുവാൻ പറ്റുക? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ഒരു നിയമം വന്ന് ഇങ്ങനെയുള്ള മരണങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ. അവരെ ഏത് കളിയാണ് ഇങ്ങനെ മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്? 1-2 കേസല്ല സഹോദരങ്ങളെ, ഒരുപാട് തൂങ്ങി മരണങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്. ആരും അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്കോ മറ്റുള്ളവർക്കോ എവിടെയാണ് നേരം? കുടുംബക്കാർക്ക് വരെ നേരമില്ല. മരിച്ചു കഴിയുമ്പോഴും ശവടപ്പ് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകണം, അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും. തിരക്കല്ലേ, ജീവിതത്തിൽ മുഴുവൻ തിരക്കാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നശിച്ചു പോകുന്നത്, യുവതലമുറ നശിച്ചു പോകുന്നത് ആരും കണക്കിലെടുക്കുന്നില്ല. അവരവരുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡുകൾ ശരിയാക്കാൻ വേണ്ടി കള്ളവും ചതിവും വഞ്ചനയും മുഖമൂടികളും ഇട്ട് അവരവരുടെ ജീവിതമൊക്കെ സെറ്റപ്പാക്കാനായിട്ട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഇതിനൊരു അറുതി വരുത്തണേ ദൈവമേ എന്ന്. ഈ അടുത്ത് ഒരു മാസം മുമ്പ് ഞങ്ങളുടെ അവിടെ ഒരു മരണം നടന്നത്. ഒരു പെൺകുട്ടി വളരെ വൈകൃതമായ രീതിയിൽ കെട്ടിത്തൂങ്ങി കിടക്കുക. ഇത് പഠിപ്പില്ലാത്ത പെൺകുട്ടികളൊന്നുമല്ല, ആൺകുട്ടികളല്ല, നല്ല പഠിപ്പുള്ളവരും നല്ല മാർക്കുള്ളവരും നല്ല ആക്റ്റീവായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെയാണ് അവസാനം ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഓർക്കും, ഇത്രയും ബുദ്ധിയും കഴിവുള്ള പെൺകുട്ടി എന്താ ഇങ്ങനെ ചെയ്തത്? പക്ഷേ ആർക്കറിയില്ല ഇവരൊക്കെ പിശാചിനെ വഴിവെച്ച് കൊടുക്കുന്ന ഈ കളിയുടെ അടിമകളാണെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം, സഹനമെടുത്ത് പ്രാർത്ഥിക്കാം, ആത്മാക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ. ജനോവയിലെ വിശുദ്ധ കേദറിൻ്റെ ശുദ്ധീകരണ അനുഭവങ്ങൾ അടങ്ങുന്ന പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ശുദ്ധീകരണ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ ശരീരത്തിലെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ എന്ന പോലെ അവൾ കാണുന്നുണ്ട്. അല്പാൽപമായിട്ട് ഈ ശുദ്ധീകരണത്തിലൂടെ കടന്ന് ശരീരം മരിക്കുന്നത് വരെ ആത്മാവിനെ വിശുദ്ധമാക്കുമെന്നാണ് പറയുന്നത് വിശുദ്ധ. തൻ്റെ ബാഹ്യ മനുഷ്യന് പോലെ ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കാവുന്ന ഉന്മേഷമോ സമാശ്വാസമോ ആത്മാവ് നിഷേധിക്കുന്നതിലൂടെ ദൈവനീതിക്ക് മുമ്പിൽ താൻ ഇവിടെ വെച്ച് തന്നെ കണക്ക് കൊടുത്തു എന്നാണ് കേദറിന് എഴുതി വയ്ക്കുന്നത്.
അതുപോലെ ധന്യയായ മേരി ആൻ ലിൻഡ്മയർ ഒരു കർമ്മലീത്ത മിസ്റ്റിക്കും വിശുദ്ധ അമ്മ ത്രേസ്യയുടെ യഥാർത്ഥ ശിഷ്യയുമായിരുന്നു. ശുദ്ധീകരാത്മാക്കളുമായിട്ട് പ്രത്യേക ബന്ധത്തിലാകാൻ അനുഗ്രഹം ലഭിക്കപ്പെട്ട ഒരു സഹോദരിയാണവൾ. ഇവർ എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്: ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധാത്മാക്കൾ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം കൂദാശകളുടെ നല്ല ഉപയോഗം, പ്രാർത്ഥനകൾ, ദണ്ഡവിമോചനങ്ങൾ, സഹനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, രോഗങ്ങൾ എന്നിവയെ വേണ്ട വിധം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാം എന്ന്. ഈ ലോകത്ത് വെച്ച് തന്നെ ശുദ്ധീകരണം നടത്തി പോകുന്നതാണ് നല്ലത്. തിരുവചനം പറയുന്നില്ലേ, വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ അവസാനത്തെ ചില്ലിക്കാശം കൊടുക്കുന്നത് വരെ നീ തടവറയിൽ കിടക്കേണ്ട വരും. അപ്പോൾ പിതാവായ ദൈവം നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി അനുവദിക്കുന്ന സഹനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് സന്തോഷത്തോടെ സഹിച്ചാൽ ശുദ്ധീകരണ സ്ഥലം നമുക്ക് ഒഴിവാക്കാം. ദുരിതവും വേദനയുമുള്ള കഷ്ടപ്പാടുള്ള ജീവിതങ്ങളെ ശപിക്കപ്പെട്ടതായി പലരും കണക്കാക്കുന്നുണ്ട്. അനുഗ്രഹീതമായ ജീവിതം എന്നാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സഹനങ്ങളൊക്കെ സന്തോഷത്തോടെ സഹിച്ചാൽ കേട്ടോ, അതിൽ പരം അനുഗ്രഹീതമായൊരു ജീവിതം ഇല്ല. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരു വചനം ഓർക്കാം. കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനം 1:24 ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ സഹനമേറ്റെടുത്ത് ആത്മാക്കളെ നേടാൻ, സഹനമേറ്റെടുത്ത് നമ്മുടെ തന്നെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ നമുക്കും പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും കാഴ്ചവെക്കാം. ആമേൻ.